രാജ്യത്തെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. മൻമോഹൻ സിംഗിന്റെ മരണം എങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാം എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മൻമോഹൻ സിംഗിനെ സംസ്കരിക്കാൻ പ്രത്യേക സ്ഥലം വേണം എന്നാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മൻമോഹൻ സിംഗിന് രാജ്ഘട്ടിൽ സംസ്കരിക്കാനായി സ്ഥലം കൊടുക്കാത്തത്? അതിന് സ്ഥലം വേണം എന്ന കോൺഗ്രസിന്റെ ആവശ്യം ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരാകരിച്ചിരിക്കുകയാണ്. ഇത് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നാൽ വെട്ടിലായിരിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. യഥാർത്ഥത്തിൽ സംസ്കരിക്കാൻ പ്രത്യേക സ്ഥലം വേണം എന്ന് പറയുക മാത്രമല്ല, ശക്തമായ പ്രതിഷേധം ഉയർത്താനും കോൺഗ്രസ് മറന്നില്ല. പോരാത്തതിന് ജയറാം രമേശിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ പറഞ്ഞിരിക്കുന്നത് ആദ്യമായി ഒരു സിഖുകാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതാണ്. അദ്ദേഹത്തോട് ഇങ്ങനെ അവഹേളനം BJP സർക്കാർ കാണിക്കരുത്, അനീതി കാണിക്കരുത് ഒരു സിഖ് പ്രധാനമന്ത്രിയോട് എന്നാണ് ജയറാം രമേശ് അടക്കമുള്ളവർ വാദിച്ചത്. എന്നാൽ BJP ഇതിനെ നിരാകരിക്കുകയും പഴയ ഒരു ചരിത്രം BJP കുപ്പി തുറന്ന് ആ ഭൂതത്തെ എടുത്ത് പുറത്തിടുകയും ചെയ്തു. ആ ചരിത്രം എന്താണെന്നല്ലേ? ആ ചരിത്രം നെഹ്റു കുടുംബത്തിൽ നിന്നല്ലാതെ ആദ്യമായി ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി ഉണ്ടായ ചരിത്രമാണ്. രാജീവ് ഗാന്ധിയുടെ അപ്രതീക്ഷിത വിയോഗത്തിന് ശേഷം PV നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നു. 1991 മുതൽ 96 വരെയാണ് PV നരസിംഹറാവു ഭരിച്ചത്. PV നരസിംഹറാവു രാഷ്ട്രീയത്തിൽ നല്ല തഴക്കവും വഴക്കവും വന്ന ഒരു രാഷ്ട്രീയക്കാരൻ തന്നെയാണ്. അദ്ദേഹം നല്ലൊരു പ്രധാനമന്ത്രിയായി വർത്തിച്ചു. ആ സമയത്ത് PV നരസിംഹറാവു കോൺഗ്രസ് കുടുംബത്തിൻ്റെ യാതൊരുവിധ വാക്കുകളും കേൾക്കാൻ തയ്യാറായില്ല. കോൺഗ്രസിൻ്റെ ഉപജാപക സംഘത്തെ അദ്ദേഹം അടുപ്പിച്ചിരുന്നില്ല എന്നുള്ള ഒരു തോന്നൽ കോൺഗ്രസിന് ഉണ്ടായി. 1996 വരെ അദ്ദേഹം ഭരിച്ച സമയത്താണ് ഈ കോൺഗ്രസ് കുടുംബത്തിൻ്റെ നെഹ്റു കുടുംബത്തിൻ്റെ ആജ്ഞകളൊന്നും തന്നെ അദ്ദേഹം അനുസരിക്കാത്തത്. നെഹ്റു കുടുംബത്തെ അദ്ദേഹം മൈൻഡ് പോലും ചെയ്തില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 2004 അങ്ങനെ PV നരസിംഹറാവു അന്തരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഡൽഹിയിൽ സംസ്കരിക്കണം, ഡൽഹിയിൽ അദ്ദേഹത്തിന് ഒരു മെമ്മോറിയൽ പണിയണം, അല്ലെങ്കിൽ ഒരു സ്മാരകം പണിയണം എന്ന് PV നരസിംഹറാവുവിൻ്റെ കുടുംബത്തിന് വളരെ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രി മാത്രമായിരുന്നില്ല, AICC അധ്യക്ഷൻ കൂടെ ആയിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്നാൽ ഈ ആഗ്രഹം, ഈ ആവശ്യം, നരസിംഹറാവുവിൻ്റെ കുടുംബത്തിൻ്റെ ഈ ആവശ്യം കോൺഗ്രസ് പാടെ നിരാകരിച്ച് തള്ളിക്കളയുകയാണ് ചെയ്തത്. പോരാത്തതിന് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുക്കേണ്ട യാതൊരു ബഹുമതികളും അവർ PV നരസിംഹറാവുവിൻ്റെ മൃതദേഹത്തിന് കൊടുത്തില്ല എന്ന് മാത്രമല്ല, AICC അധ്യക്ഷനായിരുന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുവന്നപ്പോൾ AICCയുടെ ഡൽഹിയിലെ ഗേറ്റുകൾ കൊട്ടി അടയ്ക്കുകയാണ് ചെയ്തത് എന്നുള്ളത് ചരിത്രമാണ്. ഇനി അടുത്തൊരു കാര്യം, നെഹ്റുവിനും ശാസ്ത്രിക്കും ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും അടക്കം ഡൽഹിയിൽ സ്മാരകമുണ്ട്. എന്തിനു പറയുന്നു? അമേഠിയിലെ വെറും ഒരു MP ആയിരുന്ന, നമ്മുടെ രാജ്യം ഒന്ന് ഓർമ്മിക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഒരു ഗുണ്ട എന്ന രീതിയിൽ വരെ പോർട്രേ ചെയ്യപ്പെട്ട സഞ്ജയ് ഗാന്ധിക്ക് പോലും ഇവിടെ സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട്. ആ സ്ഥാനത്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവുവിന് ഡൽഹിയിൽ സ്ഥലം അനുവദിക്കാത്തത് എന്നുള്ളത് വേറൊരു കാര്യം. അദ്ദേഹത്തിൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ആന്ധ്രാപ്രദേശിൽ കൊണ്ടുപോയാണ് സംസ്കരിച്ചത്. ആ സമയത്ത് വേറൊരു വിവാദം അതിഭീകരമായി പൊട്ടിപ്പുറപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിന് ചുറ്റും, ഈ മൃതദേഹം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പാതി വന്ന മൃതദേഹത്തിന് ചുറ്റും നായ്ക്കൾ വന്ന് ആ മൃതദേഹത്തിന് ചുറ്റും നിൽക്കുന്ന ഒരു ചിത്രം അന്ന് ആ സമയത്ത് വളരെ വലിയ ചർച്ചയായിരുന്നു. പല മാധ്യമങ്ങളും അത്തരത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും BJP അണികളടക്കം ട്വിറ്റർ പ്ലാറ്റ്ഫോമിലൊക്കെ പറയുന്നത്. പാതി ബന്ധ നരസിംഹറാവുവിൻ്റെ മൃതദേഹം നായ്ക്കൾക്ക് ഭക്ഷിക്കാനിട്ട് കൊടുത്ത കോൺഗ്രസിന് എന്തധികാരമാണ് ഈ മൻമോഹൻ സിംഗിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പറയാൻ എന്നാണ് ഇപ്പോൾ BJPയുടെ അണികളെല്ലാം ചോദിക്കുന്നത്. എന്തായാലും ഹൈദരാബാദിലേക്ക് ശരീരം കൊണ്ടുപോയി. ആ ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയ ശരീരത്തിൽ മരണത്തിന് ശേഷം പോലും ആദരവ് കോൺഗ്രസ് കൊടുത്തിരുന്നില്ല. ഇനി എപ്പോഴാണ് PV നരസിംഹറാവുവിന് ആദരവ് ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷമാണ്. 2015 അദ്ദേഹത്തിന് ഒരു സ്മാരകം ഡൽഹിയിൽ നിർമ്മിക്കുന്നത്. അത് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷമാണ് നിർമ്മിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കഥ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഈ ഇരട്ടത്താപ്പിനെ BJP തുറന്നു കാട്ടിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.